യെല്ലോ ഡോട്ടും അതുപോലെ തന്നെ ഈ വാൽവും തമ്മിൽ അലൈൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ റെഡ് ഒരു ടയറിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പുതിയതായിട്ടൊരു ടയറോ അല്ലെങ്കിൽ അലോയ് വീലോ അല്ലെങ്കിൽ റിമ്മൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുത്തനായിട്ടൊരു കാർ വാങ്ങുമ്പോൾ അതിൽ പുത്തൻ ടയറിലും പുത്തൻ റിമ്മിലൊക്കെ ഒരു കളർ ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ കളർ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കളർ ഡോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഈ ടയർ ടെക്നീഷ്യന്മാർക്ക് അതിനെപ്പറ്റി നല്ലൊരു ധാരണയുണ്ട്. എല്ലാവർക്കും ഇല്ല, എല്ലാ ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാലും കുറേ ടയർ ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയാം. ഞാൻ അതൊരു ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സംഭവമാണെന്നുള്ളത്. എനിക്കതിനു മുമ്പ് അറിയായിരുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിവേ അതെന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ടയറിൽ വരുന്ന ഡോട്ടുകളെ പറ്റി സംസാരിക്കാം. യെല്ലോ ഡോട്ടാണ് ആദ്യത്തെ ഡോട്ട്. യെല്ലോ ഡോട്ട് ഇടുന്നത് ഈ ടയറിൻ്റെ ഇങ്ങനെ ഒരു റൗണ്ടാണല്ലോ, ഇതിൻ്റെ സൈഡിലായിട്ടായിരിക്കും യെല്ലോ ഡോട്ട് ഇടുക. ഈ യെല്ലോ ഡോട്ട് ഇട്ടതിൻ്റെ മുകൾ ഭാഗത്താണ് ആ ടയറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് വരുന്ന പോയിൻറ്റ്. ഓക്കെ, ഈ ലോവസ്റ്റ് വെയിറ്റ് വരുന്ന പോയിൻ്റാണ് ഈ യെല്ലോ കളർ മാർക്കിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത്, ഈ കാർ മാനുഫാക്ചറർ അല്ലെങ്കിൽ ടയർ മാനുഫാക്ചറർ അടയാളപ്പെടുത്തുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കളർ പോയിൻ്റ് കൂടിയുണ്ട്, റെഡ് കളർ ഡോട്ടാണ്. ഈ റെഡ് കളർ ഡോട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്താണ്, ആ ടയറിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തായിട്ടായിരിക്കും ആ ടയറിൻ്റെ ഹെവിയസ്റ്റ് വെയിറ്റ് വരുന്ന പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഹെവിയസ്റ്റ് വെയിറ്റും ലോവസ്റ്റ് വെയിറ്റും മാർക്ക് ചെയ്യുന്നതാണ് റെഡും യെല്ലോയും. റെഡ് ഹെവിയസ്റ്റ് വെയിറ്റ് പോയിൻ്റാണ്, യെല്ലോ ലോവസ്റ്റ് വെയിറ്റ് പോയിൻ്റാണ്. ഇനി ഹെവിയസ്റ്റ് വെയിറ്റ് ലോവസ്റ്റ് വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു ടയർ നമ്മളിങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ വളരെ മൈന്യൂട്ടായിട്ട് ഒരല്പം കൂടുതലും വളരെ മൈന്യൂട്ടായിട്ട് ഒരല്പം കുറവും വരും. ഇതാണ് ഇവിടെ ലോവസ്റ്റ് പോയിൻറ്റ് ഹെവിയസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, റിമ്മിൽ അല്ലെങ്കിൽ അലോയ് വീലിൽ വരുന്ന ഡോട്ടാണ്. അത് ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റിമ്മിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് പോയിൻ്റ് ഈ ബ്ലൂ കളർ വന്നിരിക്കുന്ന ഭാഗമാണെന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഈ റിമ്മിൻ്റെ ഏറ്റവും ഹെവിയസ്റ്റ് വെയിറ്റ് പോയിൻ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ റിമ്മിൽ വാൽവ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എവിടെയാണോ ആ ഭാഗമായിരിക്കും ആ റിമ്മിൻ്റെ ഹെവിയസ്റ്റ് വെയിറ്റ് പോയിൻ്റ്. ആ ഭാഗത്തിൻ്റെ വാൽവിൻ്റെ കൂടി വെയിറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീൽ അലൈൻ ചെയ്യുമ്പോൾ ടയറിൻ്റെ ഏറ്റവും ഹെവിയസ്റ്റ് വെയിറ്റ് പോയിൻ്റ് റിമ്മിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് പോയിൻറ്റിലേക്കാണ് അലൈൻ ചെയ്യേണ്ടത്. റെഡും ബ്ലൂവും തമ്മിലാണ് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ റെഡ് ഡോട്ട് ഇവിടെയും ബ്ലൂ ഡോട്ട് ഇവിടെയും വരുന്ന രീതിയിൽ വേണം അലൈൻ ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ എന്താ പറയുക, ഈ യെല്ലോ ഡോട്ടും അതുപോലെ തന്നെ ഈ വാൽവും തമ്മിൽ അലൈൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ റെഡ് ഒരു ടയറിൽ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റെഡ് ആൻഡ് ബ്ലൂ അലൈൻമെൻറ്റിനാണ്. ഇനി ഈ റെഡ് ആൻഡ് ബ്ലൂ അല്ലെങ്കിൽ റെഡോ ബ്ലൂ ഏതെങ്കിലും ഒന്നില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ യെല്ലോയും പിന്നെ വാൽവും തമ്മിലുള്ള രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും റെഡ് കളറിനായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ടയർ മാറ്റിയിടാൻ നേരത്ത് നമ്മൾ മാറ്റിയിടുന്ന ടയർ ടെക്നീഷ്യൻ ഇത് അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. മിക്കവാറും ടയർ ടെക്നീഷ്യന്മാർക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ. ഞാനൊരിക്കലും എൻ്റെ ടയർ മാറ്റാൻ പോയപ്പോൾ അങ്ങനെയല്ല അയാൾ ചെയ്തത്. അതിനെപ്പറ്റി അയാൾക്ക് അറിയില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബാലൻസിങ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ടയറിൻ്റെ ലൈഫ് കൂടും. വെട്ടി തേയുന്നതും പല ഭാഗത്തായിട്ട് തേയുന്നതും ജമ്പിങ് ഒക്കെ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും കൃത്യമായിട്ട് ബാലൻസിങ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.